സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായമായ സൂറ അൽ അറാഫ് പഠനം ആരംഭിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അറാഫിൻ്റെ ആമുഖം, ഉള്ളടക്കം, അതേപോലെ 1-ാമത്തെ സൂക്തത്തിൻ്റെ ആശയവും നാം മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 2 മുതലുള്ള സൂക്തങ്ങളാണ് പഠിക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം സാദ്. كتاب أنزل إليك فلا يكن في صدرك حرج منه لتنذر به وذكرى للمؤمنين. اتبعوا ما أنزل إليكم من ربكم ولا تتبعوا من دونه أولياء قليلا ما تذكرون. وكم أهلكنا من قرية أهلكناها فجاءها بأسنا بياتا أو هم قائلون. فما كان دعواهم إذ جاءهم بأسنا إلا أن قالوا إنا كنا ظالمين. സൂറത്തുൽ അറാഫിലെ 1-ാമത്തെ സൂക്തം അലിഫ് ലാം മീം സാദ്. ഇങ്ങനെ 4 കേവല അക്ഷരങ്ങളായിരുന്നു. അതിൻ്റെ ആശയം എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടായി. ഇനി സൂറ അൽ അറാഫിലെ ആമുഖ ഭാഷണമാണ്. എന്താണ് ഈ വേദവും പ്രവാചകനുമായുള്ള ബന്ധം എന്താണ്, ഖുർആനിൻ്റെ മുഖ്യ പ്രമേയം എന്താണ് എന്നൊക്കെ അല്ലാഹു തആല വിശദീകരിക്കാൻ പോവാണ്. നമുക്ക് 2-ാമത്തെ സൂക്തം ശ്രദ്ധിക്കാം. കിതാബുൻ ഉൻസില ഇലൈക്. കിതാബ് ഒരു ഗ്രന്ഥം. ഉൻസില ഇലൈക, അൻസല ഇറക്കി അവതരിപ്പിച്ചു, ഉൻസില ഇറക്കപ്പെട്ടു, അവതരിപ്പിക്കപ്പെട്ടു. ഉൻസില ഇലൈക താങ്കളിലേക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥം. ഫല യക്കുൻ, ഫ അതിനാൽ, ല അരുത്, യക്കുൻ ആകരുത്, ഉണ്ടാകരുത്, കാന യക്കൂനു ഉണ്ടായി, ഫി സ്വദുരിക, സ്വദുർ എന്താണ്? നെഞ്ച് എന്നാണല്ലോ, അല്ലെങ്കിൽ മനസ്സാണ്. ഹറജുൻ, ഹറജ് പ്രയാസം, ദുരിതം, തടസ്സം എന്നൊക്കെയാണ് അർത്ഥം. മിൻഹു അതിനാൽ ഈ വേദ അവതരണത്താൽ താങ്കളുടെ മനസ്സിൽ യാതൊരു ഇടുക്കവും അസ്വസ്ഥതയും അനുഭവപ്പെടരുത്. ഈ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം എന്താണ്? അതാണ് പിന്നെ പറയുന്നത്. ലിതുൻദിറ ബിഹി, അൻദറ യുൻദിറു മുന്നറിയിപ്പ് നൽകി, തുൻദിറു നീ മുന്നറിയിപ്പ് നൽകുന്നു. ലി മുമ്പിൽ വന്നപ്പോൾ തുൻദിറ അവസാനം ഫത്ഹായി അല്ലെങ്കിൽ നസ്ബായി. ലിതുൻദിറ ബിഹി, ഇത് മുഖേന, ഈ ഗ്രന്ഥം മുഖേന താങ്കൾ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. ആർക്കായിരിക്കും? ഈ സത്യത്തെ തള്ളിപ്പറയുന്നവർക്ക്. വദിക്റ, ഇത് ഉത്ബോധനമാണ്
ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കുള്ള ഉദ്ബോധനവുമാകുന്നു. അപ്പൊ ഈ ഒരു ആയത്തില് ആമുഖമായിട്ട് അള്ളാഹു താല കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഒന്നാമത് പറയുന്നത് കിതാബുൻ ഉൻസില ഇലൈക, ഇത് താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. അപ്പൊ ആരായിരിക്കും ഇറക്കിയത്? അള്ളാഹു ആണ് ഇറക്കിയത് എന്ന് വരുന്നു. രണ്ടാമത് ഫലാ യകും ഫീ സദ്രിക ഹറജും മിൻ, ഈ ഗ്രന്ഥം മുഖേന താങ്കളുടെ മനസ്സിൽ ഒരു ഇടുക്കവും അസ്വസ്ഥതയും ഉണ്ടാകേണ്ടതില്ല എന്ന് അവിടുത്തെ ആശ്വസിപ്പിക്കാൻ. മൂന്നാമത് പറയുന്നു ലിതുൻദിറ ബിഹി, ഈ ഗ്രന്ഥം ജനത്തെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്. വദിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കുള്ള ഉദ്ബോധനവുമാകുന്നു. ഇങ്ങനെ 3 അടിസ്ഥാന ആശയങ്ങൾ ഇവിടെ വരുന്നുണ്ട് അല്ലെ. നമുക്ക് ഈ ആയത്തിനെ ഒന്നുകൂടി വിശകലനം ചെയ്ത് പഠിക്കാം. പഠിക്കുമ്പോൾ തന്നെ മനസ്സിൽ നന്നായി ഉറച്ചു നിൽക്കുന്ന വിധത്തില് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കിതാബുൻ, ആദ്യ വാക്ക്, ഗ്രന്ഥം, പുസ്തകം എന്നാണ് വാക്കിന്റെ അർത്ഥം അല്ലെ. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പറയുന്ന ആൾ ഉദ്ദേശിച്ച പ്രത്യേക പുസ്തകമാണ്. ഖുർആനിലെ സൂറ അൽ ബഖറ തുടങ്ങുന്ന എങ്ങനെയാണ്? അലിഫ് ലാം മീം ദാലിക അൽ കിതാബ് അല്ലെ, അത് വേദഗ്രന്ഥമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ വേദഗ്രന്ഥം എന്ന് അർത്ഥം പറയുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു ഉദ്ദേശിച്ചത് വേദഗ്രന്ഥം എന്നുള്ളതാണ്, അതാണ് ഉദ്ദേശം. ഇവിടെ കിതാബ് എന്നേ പറഞ്ഞുള്ളൂ, അൽ കിതാബ് പ്രയോഗിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇത് അതേ ദൈവിക വേദഗ്രന്ഥം തന്നെയാണ് എന്നാണ്. കിതാബുൻ, ഒരു ഗ്രന്ഥം, അത്രേ ഇത് എന്ന് മനസ്സിലാക്കാം, ഒരു ഗ്രന്ഥമാണിത്. ഉൻസില ഇലൈക്, താങ്കളിലേക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി ഉണ്ടാക്കിയതാണോ? അല്ല. ഇപ്പൊ ഖുർആനിന്റെ ആധികാരികത വെളിപ്പെടുത്തുകയാണ് അല്ലെ. കിതാബുൻ ഉൻസില ഇലൈക, താങ്കൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥം അത്ര ഇത്. അപ്പൊ ആരാണ് ഇറക്കിയത്? ഇറക്കിയത് അള്ളാഹു ആണ്. അത് പിന്നെ പറയേണ്ടതില്ല, പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തില് ഇത് വേദഗ്രന്ഥമാണ് എന്ന കാര്യത്തിൽ ലാ റൈബ ഫീഹ്, ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞാണ് തുടക്കം. ഇങ്ങനെ പല ശൈലിയിൽ ആരംഭിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത് ദൈവിക ഗ്രന്ഥമാണ് എന്ന് തന്നെയാണ്. കിതാബ് എന്നതിന് ചില വ്യാഖ്യാതാക്കൾ ഇവിടെ ഉദ്ദേശം സൂറത്തുൽ അഅറാഫ് മാത്രമാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെയും വ്യാഖ്യാനമാകാം അല്ലെ. കാരണം ഈ സൂറത്തുൽ അഅറാഫാണ് ഇപ്പോൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് കിതാബുൻ ഉൻസില ഇലൈക, ഈ അധ്യായം താങ്കൾക്ക് ഇറക്കപ്പെട്ടതാകുന്നു, ഇത് ആ വേദഗ്രന്ഥത്തിന്റെ ഭാഗമാകുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനമാണ് എന്ന് മനസ്സിലാക്കാം. കിതാബുൻ ഉൻസില ഇലൈക് പറഞ്ഞു കഴിഞ്ഞു, ഇത് താങ്കൾക്ക് അവതീർണമായ ഗ്രന്ഥമാണ്. ഇപ്പൊ സൂറത്തുൽ അഅറാഫ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ചു, അതിനു മുമ്പ് ഒരുപാട് അവതരിച്ചു, അതിനുശേഷവും അവതരിച്ചു. അപ്പൊ ഇടക്ക് വെച്ച് അള്ളാഹു തആല ഈ അധ്യായത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ, അല്ലെങ്കിൽ ഖുർആനിനെ കുറിച്ച് ആമുഖം പറയാൻ. എന്നിട്ട് പറയുന്നത് എന്താണ്? തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞതും ഇലൈക, താങ്കളിലേക്ക് എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. പിന്നെ പറയാണ് ഫലാ യകും ഫീ സദ്രിക ഹറജും മിൻ, ഈ ഗ്രന്ഥം കാരണമായിട്ട് താങ്കളുടെ മനസ്സിൽ യാതൊരു ഇടുക്കവും അസ്വസ്ഥതയും ഉണ്ടാകേണ്ടതില്ല. എന്താ ഇങ്ങനെ പറയുന്നത്? ഈ ഗ്രന്ഥത്തിന്റെ അവതരണം വലിയ ഒരു ബാധ്യതയും ഉത്തരവാദിത്വമാണല്ലോ അവിടുത്തെ മനസ്സിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ മാറിമറിയാണ്. ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ മഹത്തായ ഒരു ജീവിത വ്യവസ്ഥയാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് അല്ലേ. മനുഷ്യ ജീവിതത്തിന്റെ A to Z കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, എങ്ങനെ മനുഷ്യനെ ഇഹത്തിലും പരത്തിലും വിജയിയാക്കി മാറ്റാം എന്നതിന്റെ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വലിയൊരു ഭാരം വന്നിറങ്ങിയിരിക്കാൻ. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, സൂറ അൽ മുസമ്മിൽ, നിശ്ചയം നാം സനുൽഖി അലൈക, താങ്കൾക്കുമേൽ
വിട്ടുതരികയാണ്. ഖൗലൻ സഖീല, ഭാരിച്ച വചനങ്ങൾ, ഭാരമുള്ളതാണ്. അവിടത്തേക്ക് താങ്ങാൻ കഴിയാതെ വന്നിട്ടുണ്ട് അല്ലെ. കൊടും തണുപ്പിൽ പോലും വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ട്. മോഹാലസ്യം പോലെ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. ഒട്ടകപ്പുറത്തായിരിക്കുമ്പോൾ ഒട്ടകം ഞെരിഞ്ഞു പോയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ഭാരമാണ്. പക്ഷെ എന്നിട്ട് പറയാണ്, ഇത് താങ്കൾക്കൊരു മനക്ലേശം ഉണ്ടാക്കുന്ന ഭാരമായി അസ്വസ്ഥപ്പെടുന്നു വേണ്ട കേട്ടോ എന്ന് അള്ളാഹു തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. എന്താണ്? ഇത് മനപ്രയാസമില്ലാതെ ഉൾക്കൊള്ളണം. ഇത് താങ്കൾ ഉൾക്കൊണ്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. പ്രതികരണം എന്തുമായിക്കൊള്ളട്ടെ. അവർ ചിലപ്പോൾ പരിഹസിച്ചേക്കും, ഏറ്റവും അടുത്തവർ പിണങ്ങിയേക്കും. മുഹമ്മദേ, നീ എത്ര നല്ല മനുഷ്യനായിരുന്നു, എന്നിട്ട് ഇപ്പൊ നിനക്ക് ഈ ഗതി വന്നല്ലോ, നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ നീ വിട്ടുകളഞ്ഞല്ലോ എന്നൊക്കെ അവർ പറയും. അങ്ങനെ ബന്ധങ്ങളൊക്കെ ശിഥിലമാകും, കൂട്ടുകെട്ടുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു എന്നിരിക്കും. ശത്രുതയും വിദ്വേഷവും കൊണ്ട് അവർ അന്ധരായി മാറും. സകല നിലക്കും താങ്കൾക്കെതിരിൽ തിരിഞ്ഞേക്കും. എന്ത് സംഭവിച്ചാലും അചഞ്ചലനായി മുന്നോട്ട് പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫലായക്കും ഫീ സദ്രിക ഹറജും മിൻ, ഒരു അസ്വസ്ഥതയും പ്രയാസവും തോന്നേണ്ടതില്ല. ഹറജ് എന്നതിന് ഇവിടെ നമ്മൾ മനക്ലേശം എന്ന് അർത്ഥം പറയുന്നു. മനസ്സിൽ വിഷമം ഉണ്ടാവേണ്ടതില്ല. അത് സദർ കൂടി ചേരുന്നുണ്ടല്ലോ. ഫീ സദ്രിക ഹറജും മിൻ, താങ്കളുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാവേണ്ടതില്ല. ശരിക്കും ഹറജ് എന്താണെന്നറിയോ? ഒരാൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ ഇടത്തിങ്ങിയ നിബിഡ വനത്തിനാണ് ഹറജ് എന്ന് പറയാം. ഒരു പ്രത്യേക പ്രയോഗമാണ്. അങ്ങനെ ഉണ്ടാവില്ലേ? കൊടുങ്കാടാണ്, അകത്തേക്ക് കയറാൻ കഴിയാത്ത വിധം മരങ്ങളും ചെടികളൊക്കെ ഇങ്ങനെ തഴച്ച് മുറ്റി വളർന്നു നിൽക്കുന്ന, മതിൽ പോലെ നിൽക്കുന്ന കാടിനങ്ങനെ പറയും. ഖുർആൻ വേറെയും ഇടങ്ങളിൽ പ്രയോഗം നടത്തിയിട്ടുണ്ട്. നമ്മെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തന്നെ സൂറത്തുൽ ഹജ്ജിലെ അവസാനത്തെ ആയത്തിൽ പറയുന്നില്ലേ, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, വമാ ജഅല അലൈക്കും, അവൻ നിങ്ങൾക്കുമേൽ ആക്കിയിട്ടില്ല, ഫിദ്ദീൻ, ഈ ജീവിത വ്യവസ്ഥയിൽ, മിൻ ഹറജ്, ഒരു ദുരിതവും പ്രയാസവും. പ്രത്യക്ഷത്തിൽ ദുരിതമായിട്ടൊക്കെ തോന്നും, പക്ഷെ നിങ്ങളത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇത്ര എളുപ്പമുള്ള കാര്യം വേറെ ഉണ്ടാവില്ല എന്നതാണ്. അപ്പൊ അതിനാൽ വഴി തടയുന്ന പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെയും മഞ്ഞുപോലെ ഉരുകിപ്പോകും എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതം പഠിക്കുമ്പോൾ ആ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം ശാന്തമായിട്ട് പിന്നീട് സ്വസ്ഥമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഖുർആൻ ഇതേ ആശയം ലീഖുസ് സദർ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. സദർ, ലീഖുസ് സദർ, ലീഖ് ഇടുക്കമാണ്, അപ്പൊ നെഞ്ചിടുക്കം എന്നർത്ഥം. വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കേട്ടിട്ട് താങ്കളുടെ മനസ്സ്, അന്നക യളീഖു സദ്റുക, അങ്ങയുടെ നെഞ്ചകം ഇടുങ്ങിപ്പോകുന്നതായിട്ട് വലഖദ് നഅലമു, നാം അറിയുന്നുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതിന് അള്ളാഹു പരിഹാരവും പറഞ്ഞില്ലേ? സൂറ അലം നശ്റഹ് ലക സദ്റക് വവളഅന അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക്, താങ്കളുടെ ഹൃദയത്തെ നാം വിശാലമാക്കിയില്ലേ, നെഞ്ചിനെ വല്ലാതെ ഇടുക്കിക്കൊണ്ടിരുന്ന ഭാരങ്ങളൊക്കെ നാം ഇറക്കി വെച്ച് തന്നില്ലേ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നത് കാണാം. സൂറത്ത് ത്വാഹ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ത്വാഹ മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതഷ്ഖ, താങ്കളെ പ്രയാസപ്പെടുത്താൻ വേണ്ടി അല്ല ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത്, മറിച്ച് ഒരു മഹിതമായ ഭാവി ഈ ലോകത്തിന് പ്രദാനം ചെയ്യുന്ന സന്തോഷ വാർത്തകളാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനാൽ പ്രത്യക്ഷത്തിൽ അസ്വസ്ഥത തോന്നും. നമ്മെ സംബന്ധിച്ചിടത്തോളവും ഈ ദീനിനെ ഉൾക്കൊള്ളുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുമ്പോൾ, ഓ പ്രയാസകരമാണോ? 5 നേരത്തെ നിസ്കാരം, അതുപോലെ സക്കാത്ത് നൽകല്, നോമ്പെടുക്കല്, ഹജ്ജ് ചെയ്യല്, ഇസ്ലാമിക ജീവിതം നയിക്കൽ പ്രയാസമാണോ എന്ന് തോന്നിപ്പോവും. പക്ഷെ ചെയ്തു തുടങ്ങിയാലോ
ഇത്ര സന്തോഷകരമായ ആത്മനിർവൃതി നൽകുന്ന മറ്റൊരു കാര്യം ഉണ്ടാവില്ല എന്നതാണ് അതിനൊരു പ്രത്യേകത. അതിനാൽ ഫലായക്കും ഫീ സ്വദ്രിക ഹറജും മിൻ, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഖുർആൻ പഠിക്കുമ്പോഴേ നമുക്ക് ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും. ഇതെങ്ങനെ പഠിക്കും? എളുപ്പമാണ്, മനസ്സ് വെക്കണം എന്ന് മാത്രം. അങ്ങനെ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് ദൗത്യത്തെ കുറിച്ച് പറയാണ്, ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ. എന്തൊക്കെ ചെയ്യണം? ലിതുൻദിറ ബിഹി, ഇത് മുഖേന, ഈ ഗ്രന്ഥം മുഖേന താങ്കൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം. ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഇത് ഉത്ബോധനവുമാണ്. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഒന്ന് ലിതുൻദിറ ബിഹിയാണ്, നദാറത്താണ്, അഥവാ താക്കീതാണ് ഉദ്ദേശം. ആർക്കാ താക്കീത് ചെയ്യേണ്ടത്? താക്കീത് പൊതുവെ സത്യത്തെ നിഷേധിച്ച് അതിൽ നിന്ന് അകന്ന് വഴുതി മാറുന്ന ആളുകൾക്കാണ് താക്കീത് കൊടുക്കേണ്ടത്. വദിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കുള്ള ഉദ്ബോധനം. ദിക്ർ, സ്മരണ, അനുസ്മരണം, ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഗ്രന്ഥം എന്ന് പറയാണ് തുടർന്ന് അല്ലെ. വദിക്റാ ലിൽ മുഅ്മിനീൻ. അപ്പൊ ഇതില് രണ്ട് വശങ്ങൾ വരുന്നുണ്ട്. ഒന്ന് നദാറത്താണ്, താക്കീതാണ്. മറ്റൊന്ന് ബഷാറത്താണ്, സന്തോഷ വാർത്തകളാണ്. അല്ലാഹു തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നില്ലേ, ബഷീറും വനദീർ, ബഷീറൻ വനദീറ. സുവിശേഷകൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ് ബഷീർ. നദീർ, താക്കീതുകാരനാണ്, മുന്നറിയിപ്പ് നൽകുന്നവനാണ്. അപ്പോൾ ഒരേ സമയത്ത് ഈ രണ്ട് കാര്യങ്ങളും ഇടകലർന്നാണ് ഖുർആൻ വചനങ്ങൾ അവതരിക്കുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ സന്തോഷ വാർത്ത ഉണ്ടാവും, അതേപോലെ തന്നെ താക്കീതും ഉണ്ടാവും. സന്തോഷ വാർത്ത, ഈ വഴി സ്വീകരിച്ച് ജീവിച്ചാൽ ഇഹലോകത്ത് ലഭിക്കുന്ന മനസ്സമാധാനവും ഉള്ളതിൽ തൃപ്തിപ്പെട്ട മനസ്സുമാണ്. പരലോകത്തോ അനന്തമായ സ്വർഗീയ അനുഗ്രഹങ്ങളാണ്. നദാറത്ത് എന്താണ്? താക്കീത് എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെ ഈ നന്മയിൽ വിശ്വസിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, കുടുംബരംഗത്തെ പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ശരിയായ ഒരു വഴിയിലൂടെ അല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ്. പരലോകത്താവട്ടെ അത് മുഖേന ശാശ്വതമായ ശിക്ഷകളിലേക്കാണ് അയാൾ ചെല്ലുക. അതിനാൽ ഈ രണ്ട് വശവും ചേർത്തുകൊണ്ടാണ് എപ്പോഴും ഖുർആൻ സംസാരിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ ഏകപക്ഷീയമായി നരകം മാത്രം പറയുക, ശിക്ഷ മാത്രം പറയുക എന്ന രീതി സ്വീകരിച്ചാൽ ആളുകളിലെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഇനി എനിക്ക് ഇതിനെ മറികടക്കാനൊന്നും കഴിയില്ല എന്നുള്ള നിരാശാബോധം ഉണ്ടാവും. സ്വർഗം മാത്രം കേട്ടാലോ കുഴപ്പമൊന്നുമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ സ്വർഗത്തിൽ എത്തിക്കോളും എന്നുള്ള വ്യാമോഹം ഉണ്ടാവും. ഇത് രണ്ടിനും ഇടയിൽ ഖുർആൻ പറയുന്നില്ലേ, ഖൗഫൻ വ തമഅൻ. ഖൗഫൻ വ തമഅൻ, ഒരേ സമയത്ത് ഭയപ്പാടും പ്രതീക്ഷയും നിലനിൽക്കുന്ന മാനസികാവസ്ഥയാണ്. ആശയും ആശങ്കയും ഒരേ സമയത്ത് മനസ്സിലുണ്ടാവുക, അതാണ് സത്യവിശ്വാസിയുടെ പ്രത്യേകത. അപ്പൊ ഇവിടെ രണ്ടും പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ടാമത്തെ ആയത്തിൽ തന്നെ ഒരുപാട് ആശയങ്ങൾ പറഞ്ഞിരിക്കുന്നു അല്ലെ. ഇത് വേദഗ്രന്ഥമാണ്, ഇത് ദൈവികമാണ്, താങ്കൾ നിർമ്മിച്ചതല്ല, താങ്കൾക്ക് അവതീർണമായതാണ്. ഈ ഗ്രന്ഥം എളുപ്പമാണ്, ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ എളുപ്പമാണ്. എന്ത് തടസ്സം ഉണ്ടെങ്കിലും താങ്കൾ ഇത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കണം. ഇതിൽ രണ്ട് ആശയങ്ങളാണുള്ളത്. ഒന്ന് താക്കീതിന്റെ സ്വരമാണ്, മറ്റേത് പ്രതീക്ഷ നൽകുന്ന സുവിശേഷങ്ങളാണ്. ഇങ്ങനെ പറയാണ് അല്ലാഹു. വദിക്റാ ലിൽ മുഅ്മിനീൻ എന്ന് ചേർത്ത് പറയുമ്പോൾ സത്യവിശ്വാസികൾ അഥവാ മനസ്സിന് വിശാലതയുള്ള നന്മയെ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഇത് ഉത്ബോധനമായിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതേ സമയത്ത് എന്തുകൊണ്ട് ലിതുൻദിറ ബിഹി എന്ന് മാത്രം പറഞ്ഞു? ലിതുൻദിറ ബിൽ കാഫിരീൻ എന്ന് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ കാണുന്നില്ല അല്ലെ. ലിതുൻദിറ ബിഹി, കാഫിർ എന്ന വാക്ക് ഉപയോഗിച്ചില്ല. അപ്പൊ എല്ലാവർക്കും ഇത് മുന്നറിയിപ്പാണ്. അതേ സമയത്ത് പ്രത്യേകമായിട്ട് ഈ സത്യത്തിൽ നിന്ന് അകന്നു പോകുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്. പക്ഷെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല അങ്ങനെ വേർതിരിവ് സൃഷ്ടിക്കുന്നില്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും മുന്നറിയിപ്പ് ആവശ്യമാണ്. എന്നാൽ അത് സ്വീകരിക്കുന്നവർ സത്യത്തെ ഉൾക്കൊള്ളുന്നവരായിരിക്കും
എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ലിതുൻദിറ ബിഹി എന്ന് പറയുമ്പോൾ അതിൽ പരലോകത്തെക്കുറിച്ചുള്ള ഒരു സൂചന കൂടി അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. തുടർന്ന് അല്ലാഹു തആല മൂന്നാമത്തെ ആയത്തില് ഒന്നുകൂടി ഈ അധ്യായത്തിന്റെ സൂറ അൽ അറാഫിന്റെ മുഖ്യ പ്രമേയം അവതരിപ്പിക്കാൻ പോവാണ്. എന്താണ് അല്ലാഹു തആല മനുഷ്യരോട് അടിസ്ഥാനപരമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് മൂന്നാമത്തെ ആയത്ത്. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ ഖലീലൻ മാ തദക്കറൂൻ. ഇത്തബിഉ, ഇത്തബഅ പിൻപറ്റി എന്നാണ് അർത്ഥം. ഇത്തബഅ യത്തബിഉ പിൻപറ്റുക. ഇത്തബിഅ അതിന്റെ കൽപ്പനക്രിയയാണ്. ഇത്തബിഅ നീ പിൻപറ്റുക. ഇത്തബിഉ നിങ്ങൾ പിൻപറ്റുവിൻ. അവിടെ ബാഇന് കസ്റായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. ഇത്തബിഅ, ഇത്തബഅ എന്നാണ് അതിന്റെ ഭൂതകാല ക്രിയ. ഇത്തബഅ പിൻപറ്റി. നമ്മൾ താബിഅ എന്ന് കേൾക്കാറില്ലേ? താബിഅ എന്ന് പറഞ്ഞാൽ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആളുകൾക്ക് സ്വഹാബി എന്നാണ് പറയാം അല്ലെ. റസൂലിനെ പിന്തുടർന്ന് സഹവസിച്ച ആളുകൾ. ആ സ്വഹാബത്തിനെ പിൻപറ്റിയ ആളുകളെയാണ് താബിഅ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തബഅ പിൻപറ്റുക, ഇത്തബിഉ നിങ്ങൾ പിൻപറ്റുവിൻ, പിന്തുടരുവിൻ, മാ ഒന്നിനെ, ഉൻസില ഇലൈക്കും നിങ്ങൾക്ക് ഇറക്കപ്പെട്ട, മാ ഒന്നിനെ, ഉൻസില ഇറക്കപ്പെട്ടു, ഇലൈക്കും നിങ്ങളിലേക്ക്, മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിനെ നിങ്ങൾ പിൻപറ്റുക. എന്താണ് പിൻപറ്റേണ്ടത് എന്ന് പറഞ്ഞു. ഇനി മറുവശം പറയാണ്, വലാ തത്തബിഉ, വല അരുത്, തത്തബിഉ നിങ്ങൾ പിൻപറ്റരുത്, മിൻ ദൂനിഹി അവനെ കൂടാതെ, ദൂന കൂടാതെ, ഹി അവൻ, മിൻ ദൂനിഹി അവനെ കൂടാതെ, ഔലിയ വലിയുകളെ അഥവാ രക്ഷകന്മാരെ പിൻപറ്റരുത്. ഖലീലൻ അല്പം, കുറച്ച്, ഖലീലമ്മ വളരെ കുറച്ച് മാത്രമേ തദക്കറൂൻ നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നുള്ളൂ, ഉത്ബുദ്ധരാകുന്നുള്ളൂ, ചിന്തിക്കുന്നുള്ളൂ. വളരെ സവിശേഷമായ ഈ സൂറയുടെ മുഖ്യ പ്രമേയം അവതരിപ്പിക്കുകയാണ് അല്ലാഹു തആല മൂന്നാമത്തെ ആയത്തിൽ. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിനെ നിങ്ങൾ പിൻപറ്റുവിൻ. അപ്പൊ എന്താ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ വേദഗ്രന്ഥമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വേദഗ്രന്ഥം ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും അല്ലെ. രണ്ടാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? കിതാബുൻ ഉൻസില ഇലൈക, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ഈ ഗ്രന്ഥം താങ്കൾക്ക് ഇറക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് കൈമാറിയിട്ടുള്ള വഹയാണ് ഇത്, ദിവ്യ വെളിപാടാണിത് എന്നാണ്. ഇവിടെ പറയുന്നത് ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും എന്നാണ്, മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റുവിൻ. അപ്പൊ അത് വേദഗ്രന്ഥമല്ലേ? വേറെ വേദമാണോ? അല്ലെങ്കിൽ ഓരോ ആൾക്കും ഇങ്ങനെ വഹി അവതരിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ആളുകൾക്ക് വേണമെങ്കിൽ സംശയിക്കാം അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നത് ആരോടാണ്? നമ്മെപ്പോലുള്ള സാധാരണ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. ഇത്തബിഉ നിങ്ങൾ പിൻപറ്റുവിൻ, സകല മനുഷ്യരോടും. മാ ഉൻസില ഇലൈക്കും നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം? നിങ്ങൾക്ക് വഹയായി ലഭിച്ചതെന്നല്ല, മറിച്ച് നിങ്ങളിൽ ഒരു പ്രവാചകൻ ആഗതനായിരിക്കുന്നു. ആ പ്രവാചകന് വഹയായിട്ട് ഇറക്കപ്പെട്ടത്, അതാണ് നിങ്ങൾക്ക് ഇറക്കപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇറക്കപ്പെട്ടത് എന്നാകാം. ആ നിലക്കാണ് അതിനെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും. അപ്പൊ ഓരോ ആൾക്കും ഓരോ വഹി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് തോന്നിപ്പോവും അല്ലെ. എന്നിട്ട് പറയുന്നുണ്ട് മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടത് എന്ന് പറയുന്നു. എന്താണ് റബ്ബ് അവിടെ പറഞ്ഞത്? അള്ളാഹു പറഞ്ഞില്ലല്ലോ. അള്ളാഹു അല്ലേ പറയേണ്ടത് സാധാരണഗതിയിൽ. അള്ളാഹു തആല പൊതുവെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ റബ്ബ്
എന്ന തൻ്റെ ഗുണത്തെയാണ് ആദ്യം പരാമർശിക്കുക. അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സബ്ബിഹ് ഇസ്മ റബ്ബിക യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും. കണ്ടോ, ഇങ്ങനെ പലയിടങ്ങളിലും ഖുർആനിൽ റബ്ബ് ആണ് ആദ്യം പറയുന്നത്. എന്തുകൊണ്ടാണ്? സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നവനായ എന്നാണ്. ഇപ്പൊ നമ്മളുമായിട്ട് പൊക്കൽ കൊടി ബന്ധമുള്ളവനാണ് നമ്മുടെ റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയ്ക്ക് നമ്മളുമായി അങ്ങേയറ്റം അടുത്ത് നിൽക്കുന്നു. സൃഷ്ടിച്ചു സംരക്ഷിച്ചു പരിപാലിക്കുന്നവനാണ് അവൻ. അവൻ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് നന്മയിലേക്ക് വഴി കാണിച്ചു തരേണ്ടത്, അല്ലെ? അങ്ങനെയല്ലേ മാതാപിതാക്കൾ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജന്മം നൽകി പരിപാലിച്ച് ആവശ്യമായ കാര്യങ്ങളൊക്കെ നൽകി മുന്നോട്ട് കൊണ്ടുപോകും. ഇത്ര ചെയ്യുള്ളൂ? അല്ല, അവർക്ക് നല്ലതും ചീത്തയും മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു, അല്ലെ? അപ്പോഴാണ് റബ്ബ് ശരിക്കും റബ്ബാവുക. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ എന്ന സൂറത്തുൽ ആലയിലില്ലേ, ഫഹദ, അവൻ വഴി കാണിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നത് ആ റബ്ബാണ്. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത്. ഇത് മറ്റാരോ എഴുതി ഉണ്ടാക്കിയതൊന്നുമല്ല. നിങ്ങൾക്ക് ജന്മം നൽകിയ, നിങ്ങൾക്ക് അന്നം നൽകുന്ന അതേ നാഥനിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ വെളിച്ചം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണോ സൃഷ്ടാവ് അവനാണ് വഴി കാണിക്കേണ്ടത് എന്ന കൃത്യമായൊരു ആശയം നമുക്ക് അവിടെ ലഭിക്കും, അല്ലേ? ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റണം എന്നാ പറഞ്ഞത്. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോ ഈ ഖുർആനിനെ അറിയാനുള്ള ശ്രമത്തിലാണ്, മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ്, അല്ലെ? അങ്ങനെ അറിഞ്ഞ കാര്യത്തെ എന്ത് ചെയ്യണം? പ്രാക്ടിക്കലാക്കി മാറ്റണം, ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തണം. അങ്ങനെ അതനുസരിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകണം, ഒരു സാമൂഹിക ഘടന ഉണ്ടാവണം, സാമൂഹിക വ്യവസ്ഥ ഉണ്ടാകണം, അങ്ങനെയുള്ള രാഷ്ട്രവും ഭരണകൂടങ്ങളും ഉണ്ടാകണം. അങ്ങനെ ലോകം തന്നെ ഇതിനെ പിന്തുടർന്ന് സഞ്ചരിക്കുന്ന അവസ്ഥ ഉണ്ടാവണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പാരായണത്തിന് തന്നെ തിലാവ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ കേവലം വായനയല്ല, അതിനെ പിന്തുടരുക, ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കുക എന്നുദ്ദേശിക്കുന്നുണ്ടല്ലോ. ഇത്തബിഉ, അങ്ങനെ നിങ്ങൾ പിൻപറ്റുവിൻ, പിന്തുടരുവിൻ. എന്നിട്ടോ വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയ, വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത്, പിന്തുടരരുത്, മിൻ ദൂനിഹി, അവനെ കൂടാതെ, ആ അള്ളാഹുവെ കൂടാതെ, ആ റബ്ബിനെ കൂടാതെ, ഔലിയാ, വലിയുകളെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് ചേർത്ത് പറയാണ്. വലിയ ഔലിയ നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്, അല്ലെ? വലിയ രക്ഷകനാണ്, രക്ഷകൻ അതിൻ്റെ ഒരർത്ഥം. പിന്നെ എന്താണ്? കൈകാര്യകർത്താവ് എന്നുള്ള അർത്ഥമുണ്ട്, അല്ലെ? കൈകാര്യകർത്താവ് സൂറ അൽ മാഇദയില് അൽ അൻആമിലൊക്കെ നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് ആ പ്രയോഗം. വലിയ ഔലിയ, ശരിക്കും എന്താണ് വലിയ എന്ന് പറഞ്ഞാല്? നമ്മൾ സാധാരണഗതിയിൽ ആത്മീയ രംഗത്തൊക്കെ കൂടുതൽ മുന്നോട്ട് പോയ ആളുകളെ വലിയ എന്ന് പറയും. അള്ളാഹുവിന്റെ വലിയാണ്, അള്ളാഹുമായിട്ട് ആത്മബന്ധം സ്ഥാപിച്ച ആളാണ് എന്ന അർത്ഥത്തിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനപ്പുറമുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് പോകാൻ പാടുണ്ടോ? ഇല്ല. ഒരാൾ അടിസ്ഥാനപരമായിട്ട് ആരുടെ മാർഗനിർദ്ദേശമാണോ അനുസരിക്കുന്നത് അയാളാണ് വലിയ എന്ന് പറഞ്ഞാൽ, ഒരാള് നമ്മളെ ഉപദേശിച്ചാൽ നമ്മൾ അയാളുടെ ഉപദേശത്തെ സ്വീകരിക്കുന്നു, അപ്പൊ നമ്മൾ അയാളെ വലിയാക്കി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹലാൽ ഹറാം നിശ്ചയിക്കാനുള്ള അധികാരം, നിയമം നിർമ്മിക്കാനുള്ള അധികാരം, ആ നിയമം നമ്മോട് കൽപ്പിക്കാനുള്ള അധികാരം, ഇങ്ങനെ ഉണ്ടല്ലോ, പരമമായ അധികാരമുള്ളവനാണ് ശരിക്കും വലിയ എന്ന് പറയുന്നത്. അള്ളാഹു വലിയുല്ലദീന ആമനു, അല്ലെ? സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നില്ലേ, 257 ആയത്തായിരിക്കും അത്, അല്ലെ? അപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു സത്യവിശ്വാസികളുടെ വലിയാണ്, ആത്മമിത്രമാണ് എന്നർത്ഥം പറയാം, കൈകാര്യകർത്താവാണ് എന്ന് പറയാം, രക്ഷകനാണ് എന്ന് പറയാം. അള്ളാഹുവെ കുറിച്ച് പറയുമ്പോൾ മൂന്നും ശരിയാണ്.
അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരെ അവൻ വിമോചിപ്പിക്കും. എന്നിട്ട് അതിനെ മറുവശം പറയുന്നുണ്ട്. എന്താണ്? വല്ലദീന കഫറു ഔലിയാഉഹുമുത് ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്. സത്യനിഷേധികളുടെ അവസ്ഥ എന്താണ്? ഔലിയാഉഹുമുത് ത്വാഗൂത്ത്, അവരുടെ വലിയുകൾ, രക്ഷകന്മാർ അള്ളാഹു അല്ലാത്ത കേവല ഭൗതിക ശക്തികളാണ്. താവൂത്ത്, അള്ളാഹുവെ വിട്ട് അതിരുകടന്ന് നിയമലംഘനം നടത്തി തോന്നും പോലെ ജീവിക്കുന്ന, നിയമം നിർമ്മിച്ച് മനുഷ്യർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന താവൂത്തുകളാണ് എന്നാണ് പറഞ്ഞത്. അത് വിശദമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണത്. വല്ലദീന കഫറു ഔലിയാഉഹുമുത് ത്വാഗൂത്ത് യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്, അവരെന്താ ചെയ്യാം? വെളിച്ചത്തിൽ നിന്ന് മനുഷ്യനെ ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമായിട്ട് മനസ്സിലാക്കണം. അപ്പോഴാണ് ഖുർആനിന്റെ അന്തസ്സത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ പറഞ്ഞത് കണ്ടില്ലേ, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. ഇപ്പൊ റബ്ബ് അവതരിപ്പിച്ച ഖുർആനിനെ നമ്മൾ പിന്തുടരുമ്പോൾ എന്തായി? നമ്മൾ അള്ളാഹുവെ വലിയാക്കി. അത് ആരാധനാ കർമ്മങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിശദാംശങ്ങളിലും, വ്യക്തി, കുടുംബം, സമ്പത്ത്, രാഷ്ട്രം, സമൂഹം, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മേഖലകളിലും നമ്മൾ അള്ളാഹുവെ വലിയായിട്ട് സ്വീകരിക്കുകയാണ്. അതാണ് വലിയിന്റെ പൂർണ്ണത. അള്ളാഹുവിന്റെ വലിയുകൾ എന്ന് പറയുമ്പോൾ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ വലിയുകൾ, അവിടെ അള്ളാഹുവിനെ രക്ഷിക്കുന്നവർ എന്നാണോ? അങ്ങനെയല്ല. അള്ളാഹുവിന്റെ വലിയ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങളായി അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് അവനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥമാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ല, ദുഃഖമില്ല എന്ന് പറയുമ്പോൾ അവർ ആ നിലയ്ക്ക് ആത്മസംതൃപ്തി നേടി സ്വർഗം മുൻനിർത്തി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെ? അതിൽ നമ്മൾ ഉൾപ്പെടുമോ? തീർച്ചയായിട്ടും. നമ്മളൊക്കെ തന്നെ അല്ലാതെ പിന്നെ ആരാണ്? നമ്മുടെ മനസ്സിലുണ്ടാവും ഏതൊക്കെയോ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയല്ല. അള്ളാഹുവിൽ വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന എല്ലാവരും അള്ളാഹുവിന്റെ വലിയാവില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാകും. അതിനാൽ അതിനെക്കുറിച്ച് ആ നിലയ്ക്കാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമ്മുടെ യജമാനനാണ്. അവനാണ് നിയമം നിർമ്മിക്കാൻ അധികാരം, അവനാണ് നമ്മോടത് കൽപ്പിക്കാൻ അധികാരം, രക്ഷാശിക്ഷകൾ നിശ്ചയിക്കാൻ അധികാരം, ഈ ലോകം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എല്ലാം അവനാണ് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതല്ലാത്ത ഔലിയാക്കളെ സ്വീകരിക്കരുത്. എന്നിട്ട് വലിയ എന്നതിന്റെ ബഹുവചനാണ് പിന്നെ പ്രയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് വലിയകൾ ചിലപ്പോൾ ഉണ്ടാവും. വ്യക്തിപരമായി എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തീരുമാനിക്കുന്നത് എൻ്റെ ദേഹേച്ഛയാണ് എന്ന് നമ്മൾ പറയില്ലേ? എനിക്ക് തോന്നും പോലെ ഞാൻ പറയും, ഞാൻ ചെയ്യും. അപ്പോൾ എൻ്റെ ദേഹേച്ഛ എൻ്റെ ഒരു വലിയായി, എൻ്റെ യജമാനനായി. എൻ്റെ ഡ്രസ് കോഡ് ഞാൻ തീരുമാനിക്കും. അള്ളാഹു എന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെതായ ഒരു ഡ്രസ് കോഡ് ഉണ്ട് എന്നൊരാൾ തീരുമാനിക്കുമ്പോൾ അത് അയാളുടെ മറ്റൊരു വലിയായി, അല്ലെ? എൻ്റെ സാമ്പത്തിക രംഗം, ഞാൻ പലിശ ഇടപാട് നടത്തണോ, ചൂതാട്ടം നടത്തണോ, എന്ത് ചെയ്യണം ഞാൻ തീരുമാനിക്കും എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വലിയായി, അല്ലെ? എൻ്റെ കുടുംബ ജീവിതം അതെങ്ങനെയാവണം ഞാൻ തീരുമാനിക്കും, ഇങ്ങനെ ഒരാൾ നിശ്ചയിച്ചാൽ അത് മറ്റൊരു വലിയായി. എൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകൾ അത് അള്ളാഹു കൽപ്പിച്ചതുപോലെ ആവണോ വേണ്ടേ? അള്ളാഹു കൽപ്പിച്ച അനുസരിച്ചൊന്നും ആവില്ല, എൻ്റെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തും എന്ന് തീരുമാനിക്കുമ്പോൾ അത് മറ്റൊരു വലിയായി. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരുപാട് വലിയുകൾ. അതാണ് വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ, നിങ്ങൾ അവനെ കൂടാതെ, അവനെ മാറ്റി നിർത്തിയിട്ട് പലതരം വലിയുകളെ പിന്തുടരുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഒന്നിലേറെ യജമാനന്മാരുണ്ടായാൽ പറയണ്ടല്ലോ, അയാളുടെ ജീവിതം ആകെ കട്ടപ്പുകയാകും. ആരെ അനുസരിക്കും, ആരെ അംഗീകരിക്കും എന്നത് വലിയൊരു ചോദ്യമായിരിക്കും. അതിനാൽ ഏകനായ, ഒരേ ഒരുവനായ ശക്തിക്ക് മാത്രം വഴിപ്പെടാം. അപ്പൊ ഈ പ്രയോഗം എന്താണ്? ഇതിനാണ് നമ്മൾ തൗഹീദ് എന്ന് പറയാം, അല്ലെ? ഏകനായ ഒരേ ഒരു ശക്തിയിൽ വിശ്വസിക്കുക, അവന് വഴിപ്പെടുക,
അവന്റെ കൽപ്പന മാത്രം ജീവിതത്തിൽ നടപ്പിലാക്കുക. ചില നിർബന്ധിത സാഹചര്യങ്ങൾ ഉണ്ടാകും, നമുക്ക് പരിമിതികളുണ്ട് ഇസ്ലാം നടപ്പിലാക്കുന്നിടത്ത്. പക്ഷെ അപ്പോഴും നമ്മുടെ നിലപാട് ഇത് തന്നെ ആയിരിക്കണം. ഇവിടെ ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മദ്യം അനുവദനീയമാണ്, അതുകൊണ്ട് ഞാൻ കുടിക്കുന്നു, ഇങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? സാധ്യമല്ല, അല്ലേ? അങ്ങനെയല്ല, മറിച്ച് ഇസ്ലാമികമായ നിയമവിധികളെ പരമാവധി നടപ്പിലാക്കാൻ ഉള്ള ശ്രമം ഉണ്ടാവണം. അപ്പോഴാണ് അള്ളാഹുവെ വലിയായി സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുന്നുള്ളൂ. അതിനാൽ വലിയ എന്ന പ്രയോഗത്തെ നന്നായി മനസ്സിലാക്കാൻ ഈ സൂക്തത്തിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂക്തങ്ങൾ, ഈ 3 സൂക്തങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഈ സൂറയുടെ ഒരു മുഖ്യ പ്രമേയവും ആമുഖവുമാണ് അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഈ ആയത്തുകൾ മൊത്തം ഒന്ന് വിശകലനം ചെയ്താൽ, കിതാബുൻ ഉൻസില ഇലൈക്ക എന്ന് പറയുമ്പോൾ അതിൽ വേദവിശ്വാസം വരുന്നുണ്ട്, ഇലൈക്ക എന്ന് പറയുമ്പോൾ പ്രവാചകൻ വരുന്നുണ്ട്, അല്ലെ? പിന്നെ ഫലായക്കും ഫി സ്വദരിക ഹറജും മിൻഹു എന്ന് പറയുമ്പോഴോ ഇതിന്റെ പേരിൽ താങ്കൾക്ക് അസ്വസ്ഥതയും ഉണ്ടാവേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഇതനുസരിച്ച് ജീവിക്കണം, ഇത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കണം, പ്രബോധനപരമായ ഉത്തരവാദിത്തം. ആ മാർഗത്തിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതിനെ സബ്രോടുകൂടി തരണം ചെയ്യണം എന്ന് വരുന്നു. ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ, പരലോക സൂചനയാണത്, അല്ലെ? അതിലൂടെ മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകുക, സന്തോഷ വാർത്ത നൽകുക, ഉത്ബോധനം നടത്തുക, അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, പ്രബോധന പ്രവർത്തനം നടത്തണം. അത് മുഖേന നാളെ പരലോക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാവും എന്ന സൂചനയുണ്ട്. തുടർന്ന് ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രേരണയാണ് പിന്നെ വരുന്നത്. അവിടെ പിൻപറ്റുക എന്നത് കേവലം ഓതിപ്പോവുക, പാരായണം ചെയ്യുക, മനഃപ്പാഠമാക്കുക, അർത്ഥം പഠിക്കുക എന്നതിൽ പരിമിതമല്ല, ജീവിതത്തിൽ അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയ എന്നത് തൗഹീദിന്റെ അടിസ്ഥാനമാണ്. അള്ളാഹുവെ അല്ലാതെ വലിയായിട്ട് സ്വീകരിക്കരുത്. ഇവിടെ ആളുകൾക്ക് അബദ്ധം പറ്റുന്നു. അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പലരും പലതും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നില്ലേ. ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തെ പിടിച്ചു നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ഭയങ്കരമായി വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച് സമൂഹ മധ്യത്തില് പരിഹാസ്യമാക്കുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇങ്ങനെ പലതരം ഔലിയാക്കളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട്. അപ്പൊ അത് ശരിയല്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഏകദൈവത്വത്തിന്റെ പ്രകൃതി വിശുദ്ധിയെ അംഗീകരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം പറയാം ഖലീലമ്മ തദക്കറൂൻ, സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ചു മാത്രമേ നിങ്ങൾ ഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ലോകത്തെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ അവസ്ഥ? ഭൂരിപക്ഷം എപ്പോഴും അസത്യത്തിന്റെ കൂടെയാണ്. നമ്മൾ പറയാറില്ലേ, ഖുർആൻ സത്യമാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും അത് അംഗീകരിക്കുന്നില്ല? ഇസ്ലാം ശരിയായ ജീവിത വീക്ഷണമാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും മുസ്ലിങ്ങളാവുന്നില്ല? ഇങ്ങനെ നമ്മൾ സംശയിക്കും. അത് ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും കുഴപ്പമില്ല, മറിച്ച് മനുഷ്യർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയപ്പോൾ അവരതിനെ ദുരുപയോഗം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ ദുസ്വാതന്ത്ര്യമാക്കി ആഘോഷിക്കുന്നു. അങ്ങനെ ആളുകൾ പല വഴിക്ക് പിരിഞ്ഞു പോകുന്നു. ഖലീലമ്മ തദക്കറൂൻ എന്ന് പറയുമ്പോൾ അമിതമായ ആത്മവിശ്വാസം ഉണ്ടല്ലോ, അങ്ങനെ വേണ്ട. വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, എല്ലാവരും മുസ്ലിം ആവണം, വിശ്വാസം സ്വീകരിക്കണം എന്ന് താങ്കൾ എത്ര അത്യാഗ്രഹിച്ചാലും ജനങ്ങൾ ഭൂരിപക്ഷം അങ്ങനെ ആവില്ല എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാ ഇല്ലാ വഹും മുശ്രിക്കൂൻ, ഭൂരിപക്ഷം അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് തന്നെ എങ്ങനെയാണ്? അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടാണ്. ഒരേ സമയം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അതേ സമയത്ത് അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർക്കുന്നു. അതിനാൽ അങ്ങനെയൊക്കെയാണ് സമൂഹത്തിന്റെ അവസ്ഥ. പക്ഷേ ഈ ദൗത്യമാർഗത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള കൃത്യമായ ഒരു ഉത്ബോധനമാണ് ഈ സൂക്തങ്ങൾ നൽകുന്നത്. അപ്പോൾ സൂറത്തുൽ അറാഫ് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തീർച്ചയായും ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് മനസ്സിലാക്കാം. സൂറത്തുൽ അറാഫ് പഠനം ആരംഭിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള സൂക്തങ്ങളെ ഈ നിലയ്ക്ക് ഞാൻ ഉൾക്കൊള്ളും, എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണോ ഈ സൂക്തങ്ങൾ സ്വാധീനിക്കേണ്ടത് ആ നിലയ്ക്ക് ഞാൻ ഉൾക്കൊണ്ട് അംഗീകരിക്കും എന്ന്
ഈ ആമുഖ ഭാഷണത്തിൽ നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അറാഫിനെ ഏറ്റവും നന്നായിട്ട് പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും അതിലെ ചരിത്ര പശ്ചാത്തലങ്ങളിൽ നിന്ന് കൂടുതൽ തിരിച്ചറിവുകൾ നേടുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കണേ നാഥ. എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി മാറ്റിത്തരണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.